ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ ഭയത്തിൽ വാതോരാതെ കേൾക്കുന്ന സത്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ശരീരമായ സഭയുടെ അംഗങ്ങളാണ്. അപ്പം ഒരുമിച്ച് കുടുംബമായിട്ട് നമുക്ക് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം ഇപ്പോൾ കാലം നമുക്കൊരു അവസരം നൽകി. ദൈവത്തിൻ്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരയുള്ളവയാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. ആ വചനത്തിന് മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത് സൈസ്മാരെ. അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ ദൈവം വീണ്ടെടുത്തു, അല്ലെ നമ്മളെ വിളിച്ചു വേർതിരിച്ചു. കർത്താവായ യേശുവിൻ്റെ നമ്മുടെ ആ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ തൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, തൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ചിന്തിച്ചവർക്ക് നമുക്ക് പറയാം, എന്തിന് നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചേ? അല്ലേ, ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അതൊക്കെ ഒരു വശമാണെങ്കിലും എൻ്റെ യഥാർത്ഥ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. അതല്ല എൻ്റെ ലക്ഷ്യം. നമ്മൾ നിരന്തരം കേൾക്കുന്നൊരു കാര്യമാണ്, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുക. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും കൂടി ചിന്തിക്കാം, തൻ്റെ മഹത്വം പ്രാപിക്കുക, തൻ്റെ തേജസ് പ്രാപിക്കുക. ഇതെല്ലാം ആ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽപ്പെട്ട കാര്യമാണ്. ഇതിനു വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ കാര്യം സൈസ്മാരി എന്തായിരുന്നു? പലപ്പോഴും ബാബുസ്വരം പറയാറുണ്ട്, മനുഷ്യൻ വീണപ്പം സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കല്ല വീണത്. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ പ്രാഥമികമായിട്ട് നമ്മളെ ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിലുള്ള കൂട്ടായ്മയും ദൈവത്തിൻ്റെ തേജസ്സുമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ 3 കാര്യവും നമുക്ക് മടക്കി തരാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് വന്ന് നമ്മളൊരുവനെ പോലെ അവിടുന്ന് നമ്മുടെ മധ്യേ ജീവിച്ച് നമുക്കൊരു മാതൃക കാണിച്ച് തന്നുപോയത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും ആഗ്രഹവും നമ്മുടെ വചന പഠനങ്ങളും ധ്യാനങ്ങളും ക്ലാസ്സുകളും എല്ലാം ഈ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ടാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇനിയും കർത്താവ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ എസ്കേൽ പ്രവചന പുസ്തകം, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഇന്ന് പോൽക്കാലം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ എസ്കേൽ പ്രവചനം, അതിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളുണ്ട്. അതിൻ്റെ 9 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. അതിൻ്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. എസ്കേൽ പ്രവചനം അതിൻ്റെ 9-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ചു, നഗരത്തിൻ്റെ സന്ദർശനങ്ങളെ അടുത്തു വരുമാറാക്കുവിൻ, ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തരും വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിൻ്റെ വഴിയായി വന്നു. അവരുടെ നടുവിൽ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു. അവർ അകത്ത് ചെന്ന് താമ്രയാഗത്തിൻ്റെ അരികെ നിന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഇരുന്നിരുന്ന കെരുവുകളുടെ മേൽ നിന്നും ആലയത്തിൻ്റെ ഉമ്മറപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു അവനോട്, യഹോവ, നീ നഗരത്തിൻ്റെ നടുവിൽ യെരുസലേമിൻ്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ നിങ്ങൾ അവൻ്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവിൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയുമരുത്. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളയുവിൻ. എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്. എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ആലയത്തിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി. അവൻ അവരോട്, നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കി പ്രാകാരങ്ങളെ നിഹിതന്മാരെ കൊണ്ട് നിറയിപ്പിൻ, പുറപ്പെടുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പുറപ്പെട്ടു. നഗരത്തിൽ സംഹാരം നടത്തി അവരെ കൊന്നുകളഞ്ഞ ശേഷം
ഞാൻ മാത്രം ശേഷിച്ചു. ഞാൻ കവിണ്ണു വീണു. അയ്യോ യഹോവയെ കർത്താവേ, ജെറുസലേമിന്മേൽ നിൻ്റെ ക്രോധം പകരുന്നതിനാൽ ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെയൊക്കെയും സംഹരിക്കുമോ എന്ന് നിലവിളിച്ചു പറഞ്ഞു. അതിനവൻ എന്നോട്, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെയും യഹൂദാ ഗ്രഹത്തിൻ്റെയും അകൃത്യം ഏറ്റവും വലുതായിരിക്കുന്നു. ദേശം രക്തപാതകം കൊണ്ടും നഗരം അന്യായം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു. യഹോവ കാണുന്നില്ല എന്നവർ പറയുന്നുവല്ലോ. ഞാനോ എൻ്റെ കണ്ണിന് ആദരവ് തോന്നാതെയും ഞാൻ കരുണ കാണിക്കാതെയും അവൻ്റെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് ചെയ്തു. നമ്മൾ ഈ 1 മുതലുള്ള അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണാൻ കഴിഞ്ഞ യാഥാർത്ഥ്യമുണ്ട്. സോയ്സുമാരെ, ഈ എസ്കേൽ പ്രവാചകനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രവാചകൻ യഥാർത്ഥത്തിൽ നമ്മൾ കാണാനായിട്ട് കഴിയും. എസ്കേൽ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ ശക്തീകരണം എന്നുള്ള വാക്കാണ്. അതുപോലെ തന്നെ താനൊരു പുരോഹിത കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തൻ്റെ പിതാവ് ഒരു ഉയർന്ന ജോലിക്കാരനായിരുന്നു. അതുപോലെ തന്നെ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത് അവിടുന്ന് ബാബേലിലേക്ക് തടവിലാക്കി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളുമായിരുന്നു. തന്നെ ദൈവം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തു. നമുക്കറിയാം 22 വർഷക്കാലം ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തൊരു മനുഷ്യനാണ് ഈ എസ്കേൽ പ്രവാചകൻ. നമ്മൾ ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ പ്രവാചകൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ ഭാരം നമുക്കറിയാം. യെരുശലേം ദേവാലയത്തെക്കുറിച്ച് ദൈവം തന്നെ തൻ്റെ 30-ാമത്തെ വയസ്സിലായിരുന്നു ഒരു പ്രവാചകനായി വിളിച്ച് 22 വർഷക്കാലം താൻ ഒരു പ്രവാചകനായി തന്നെ തുടരുവാനിടയെത്തിരുന്നു. അതായത് ആലയത്തിൻ്റെ മഹത്വം പോയിപ്പോകുന്ന കാലഘട്ടത്തെക്കുറിച്ചും പ്രവചിച്ചു. ആലയത്തിലെ മഹത്വം തിരിച്ചിനിയും വരാൻ പോകുന്ന കാലഘട്ടത്തിലെക്കുറിച്ചും താൻ പ്രവചിക്കാനായിട്ട് ഇടയെത്തിയിരുന്നു. നമ്മളിത് വായിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, അതിൻ്റെ ഒന്നുതൊട്ടുള്ള വാക്യങ്ങളായി. അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് നഗരത്തിൻ്റെ സന്ദർശനം അടുത്തിരിക്കുമാറാകുവാൻ ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിലെടുക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തരായി വെൺകൽ മഴു കയ്യിൽ എടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിൻ്റെ വഴിയായി വന്നു. അവരുടെ നടുവിൽ ഷണ്ണവസ്ത്രം ധരിച്ച അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി ഒരുത്തൻ ഉണ്ടായിരുന്നു. അവർ അകത്ത് ചെന്ന് താമര യാഗപീഠത്തിൻ്റെ അരികത്ത് ഇരുന്ന് ഗരൂബിൽ നിന്ന് ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ വന്നിരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ തേജസ്. അതായത് നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് ദൈവം കൊണ്ടുപോയി. അതൊന്ന് മരുഭൂമിയിൽ കയറി. അല്ലെങ്കിൽ നമുക്കറിയാം 3 ദിവസം കർത്താവായ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. പ്രവാചകനെടുക്കെ വന്നിട്ട്, കാരണം എൻ്റെ ജനത്തെ എന്നെ ആരാധിപ്പാനായിട്ട് വിട്ടയക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 3 ദിവസം വഴിദൂരമുണ്ട്. ഇതിൻ്റെ ആത്മീയാർത്ഥം നമുക്കറിയാം. രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചും സ്നാനപ്പെടുന്നതിനെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യമാണ് നമുക്കറിയാം. അങ്ങനെ പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഇവരെ ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം നമുക്കറിയാം, മരുഭൂമിയിലേക്ക് ഇതുവരെ കൊണ്ടുവന്നു. ദൈവം ഇവരോട് പറഞ്ഞു, അതായത് ഞാനല്ല, നിങ്ങൾക്കൊരു അന്യ ദൈവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നവിടെ വ്യക്തമായി കൽപ്പനയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വന്ന ജനം നമുക്കറിയാം ഇവിടെ വന്നു. ദേവാലയത്തിൽ നമുക്കറിയാം, അന്ന് ദേവാലയത്തിലാണ് അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ എസ്കേൽ പ്രവാചകൻ നോക്കുമ്പോൾ അതായത് ഗരൂബിൻ്റെയും മധ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഇടം വരെ എത്തി, പടിവാതിൽ വരെ എത്തി. ഇത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. കാരണം അന്നേരമാണ് താനൊരു ദർശനം കാണാനായിട്ട് ഇടയായത്. അരയിൽ, അതായത് ഗരൂബിൽ നിന്ന് ആലയത്തിൻ്റെ ഉമ്മരപ്പടി വരെ വന്നു നിന്നു. പിന്നെ അവൻ ഷണ്ണവസ്ത്രം ധരിച്ച അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനോട് വിളിച്ച് അവനോട്, യഹോവ ഈ നഗരത്തിൻ്റെ നടുവിൽ നിന്ന് യെരുശലേമിൻ്റെ നടുവിൽ ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടുക. സൈസുമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം തൊട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ ശേഷിപ്പ്
ഒരു ചുരുങ്ങിയ ന്യൂനപക്ഷം എല്ലാ കാലത്തും കർത്താവിന് വേണ്ടി ഉണ്ട്. ഇവിടെ വേണ്ട ആലയത്തിൻ്റെ അശുദ്ധി കണ്ടിട്ട്, ദുർമാർഗം കണ്ടിട്ട്, അന്യദൈവങ്ങളെ സേവിക്കുന്ന കണ്ടിട്ട്, അവരുടെ മ്ലേച്ഛതകൾ കണ്ടിട്ട് അവിടെ നെടുവീർപ്പിട്ട് കരയുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്കവിടെ കാണാൻ കഴിയും. അവിടെ പറഞ്ഞൊരു കാര്യം, നീ മഷിക്കുപ്പിയുമായി ചെന്ന് അവരുടെ നെറ്റിമേൽ നീ എന്ത് ചെയ്യണം? ഒരു അടയാളം വെക്കണം. കാരണം ബാക്കിയുള്ളവരെ ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഈ അടയാളത്തെക്കുറിച്ച് നമ്മൾക്ക് വായിക്കുമ്പം, നമ്മൾ പുറപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കും, ഇങ്ങനെ വായിക്കുന്നത്, അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ആവി മാസം 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ ഓരോ വീട്ടുകാർ എടുക്കണം. അതിനെ 14-ാം തീയതി വൈകുന്നേരം വരെ സൂക്ഷിക്കണം. 14-ാം തീയതി വൈകുന്നേരം അതിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിൽക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടി വീടിൻ്റെ അകത്തിരിക്കുന്നവൻ, അതായത് ഈ രക്തം മുദ്രയിട്ടിരിക്കുന്ന വീട്ടിൽ മാത്രം സംഹാരകൻ കടക്കത്തില്ല. അവിടുന്ന് തൊട്ട് നമുക്ക് കാണാൻ കഴിയും, ദൈവത്തിൻ്റെ ജനത്തെ ദൈവം വേർതിരിക്കുന്ന ഒരു മുദ്രയിട്ട് മാറ്റി നിർത്തുകയാണ്. കാരണം നമുക്കറിയാം, ഈ കട്ടിൽക്കാൽമേലും കുറുമ്പടിമേലും രക്തം കാണാത്ത എല്ലാ ഭവനത്തിലും നമ്മുടെ അവിടുത്തെ സംഹാരകൻ നാഷ്ടം നമുക്ക് കാണാനായിട്ട് കഴിയും. സഹോദരന്മാരെ, ഇന്നും ദൈവത്തിൻ്റെ ആലയത്തിലെ അശുദ്ധി കണ്ടിട്ട്, അവരുടെ ദുർമാർഗം കണ്ടിട്ട്, അവരുടെ നമ്മളിത് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അശുദ്ധി എന്നൊക്കെ പറയുമ്പം, സഭ എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ മാത്രമല്ല, ആഗോള വ്യാപകമായിട്ട് ഉള്ള ഒന്നാണ് സഭയെന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാ കൂട്ടങ്ങളും ദൈവത്തിൻ്റെ സഭയപ്പെട്ടവരാണ്. നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ മഹത്വം പ്രാപിപ്പാനായിട്ടാണ്. ആ മഹത്വം നമ്മളിൽ നിന്ന് ചോർന്ന് പോകുന്നുണ്ടോ? നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ വിചാരത്തിലൂടെ, നമ്മുടെ മനോഭാവത്തിലൂടെ, നമ്മുടെ ഇടപാടുകളിലൂടെ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ നമുക്കത് അറിയാൻ കഴിയണം. തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വളരെ വിപത്തായിത്തീരും. നമുക്കറിയാം, അവിടെ കുറഞ്ഞ പുരുഷന്മാർ അവർ നിലവിളിപ്പാനിടയായി തീർന്നു. നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സഹോദരന്മാരെ, തീമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, 2 തീമോത്തിയോസ് 2:19 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അതായത് അവൻ്റെ അവിടെ 2:19 വാക്യം നമുക്കൊന്ന് വായിക്കാം. തീമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. തീമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 2:19. അതന്നെ. കണ്ടോ? ഇവിടെ വന്നപ്പം നമുക്കറിയാം ആലയം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അന്ന് സമാപന കൂടാരം ആക്ഷരികമായിട്ട് ഒരു ദേവാലയം തന്നെ ഉണ്ടായിരുന്നു. അതിലായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം വസിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് വീണ്ടും ജനിക്കപ്പെട്ട നമ്മളിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാ അനീതിയും വിട്ട് അകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിൻ്റെ മുദ്ര. അതിന് മുദ്രയിട്ടിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട് വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുക. നമുക്കറിയാം, ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സർക്കാരിൻ്റെ തടികൾ പ്രത്യേകിച്ച് മുദ്രയിട്ട് മാറ്റി വെച്ചിരിക്കുക. സർക്കാർ സ്ഥാപനങ്ങൾ, ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇത് കാണുമ്പം ഒരു വ്യക്തി മനസ്സിലാക്കണം, ഇതിലേക്ക് കയറി കളിച്ചാൽ ആ കളിക്ക് അവന് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നതുപോലെ നമ്മളെ മുദ്രയിട്ട് മാറ്റി അവിടുന്ന് വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ വിശുദ്ധി പ്രാപിപ്പാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം നമുക്കതായിരിക്കണം. നമ്മൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കാം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നും കേടുവരുത്തിയില്ല. കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. മതി. അവിടെ ഞാനിത് വായിക്കാൻ കാരണം ഇതിനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ് സഹോദരന്മാരെ, വെളിപ്പാട് പുസ്തകത്തിലെ കാര്യം. ഞാൻ ഈ മുദ്രയെക്കുറിച്ചുകൂടെ പറഞ്ഞപ്പം ദൈവത്തിൻ്റെ ജനത്തെ എക്കാലത്തും ദൈവം എന്ത് ചെയ്യും? മുദ്രയിട്ട് മാറ്റി നിർത്തും എന്നുള്ള കാര്യത്തിനുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞത്. ഇത് ഭാവിയിൽ
ഇതിപ്പം എസ്കേലിൽ നമ്മൾ വായിച്ചത് അവിടുത്തെ ആലയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ അവിടെ ആ മ്ലേച്ഛത കണ്ടപ്പോൾ അവർ അതിനുവേണ്ടി നിലവിളിക്കുന്ന ആ സഹോദരന്മാരുടെ നെറ്റിയെ മുദ്രയിട്ടവരെ മാറ്റി നിർത്തിക്കുക. ഇതുപോലെ തന്നെ ഇനിയും വെളിപ്പാട് പുസ്തകത്തിൽ ഒരു മുദ്രയിട്ട് അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. കാരണം നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ ഇപ്പോൾ സഭയെക്കുറിച്ചുള്ള കാര്യവും പിന്നെ മേലാൽ സംഭവിക്കാനുള്ളതും എന്നാൽ സംഭവിച്ചതും നിവൃത്തിയായപ്പെട്ടതുമായ പല കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ല, അതുകൊണ്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു. അതുപോലെ നമ്മൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 23-ാമത്തെ വാക്യം എന്ന് വായിച്ച്. പുറപ്പാട് പുസ്തകം 12-23. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. 23. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടി മേലും കട്ടിലക്കാൽക്കൽ രണ്ടിലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ് കടന്നു പോകും. കണ്ടോ, അവിടെ ഈ കട്ടിൽക്കാൽമേലും കുറുമ്പടിമേലും രക്തം കാണുമ്പം യഹോവ അവിടുന്ന് ഒഴിഞ്ഞു പോകും. സദസ്യന്മാരെ, ഇത് പറവോൻ പോലും ആ കാര്യം ദൈവം പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ അവന് രക്ഷപ്പെടാനായിട്ട് കഴിയുമായിരുന്നു. ദൈവത്തിന് പറവോൻ എന്നുള്ള ഇതില്ല, ദൈവത്തിന് ആരോടും മുഖപക്ഷമില്ല എന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ ദൈവത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ളവനാണ്, കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത പാപത്തെ ശിക്ഷിക്കാതെ വിടത്തില്ലെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം. ദൈവം ദീർഘക്ഷമയുള്ളവൻ തന്നെയാണ്, കരുണയുള്ളവനാണ്, മഹാദയുള്ള ദൈവം തന്നെയാണ്. അത് യാതൊരു മാറ്റവും ഇല്ല, അതെൻ്റെ സ്വഭാവം തന്നെയാണ്. അപ്പോൾ തന്നെ പാപത്തെ ശിക്ഷിക്കാതെ എൻ്റെ ദൈവം വിടത്തില്ലെന്നുള്ള കാര്യവും നമ്മൾ ഹൃദയത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എസ്കേൽ പ്രവചനത്തിൽ നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ നമുക്ക് അതുപോലെ തന്നെ രണ്ട് ദിനവർത്താന പുസ്തകവും അതിൻ്റെ 36-ന്റെ 17-ാമത്തെ വാക്യം എന്ന് വായിക്കാം. 2 ദിനവർത്താന പുസ്തകം അതിൻ്റെ 2 ദിനവർത്താന പുസ്തകത്തിൻ്റെ 36-ന്റെ 17-ാമത്തെ വാക്യം. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 36-ന്റെ 17. അതുകൊണ്ട് അവൻ കൽദാര രാജാവിനെ അവരുടെ നേരെ വരുത്തി. അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. കണ്ടോ, അവിടെ നമുക്ക് കാണാൻ കഴിയും. അവിടെയും ആ മ്ലേച്ഛത നിമിത്തം അവിടുത്തെ വിശുദ്ധ ആലയത്തിൻ്റെ മന്ദിരത്തിൽ വെച്ച് അവരെ വാളുകൊണ്ട് വെട്ടി. നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞു കുട്ടികളെന്നോ യൗവനക്കാരെന്നോ കന്യകമാരെന്നോ ആരെന്നും നോക്കരുത്, കനിവ് തോന്നരുത്. കാരണം പാപത്തോട് ദൈവത്തിന് യാതൊരു ദാക്ഷിണ്യമില്ല. ആരായാലും അവരോട് അന്നത്തെ കാലത്ത് വാളെടുത്ത് വിട്ട്. നമുക്കറിയാം ഈ രംഗം. മോശ ഇസ്രയേലിനെയും മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. മോശ പർവ്വതത്തിലേക്ക് കടന്നുപോയി. അവിടുന്ന് തൻ്റെ അഗ്നിമയമായ ആ കൽപ്പനകളെ കൊണ്ടുവരാൻ താമസിച്ചപ്പം ഇസ്രയേൽ ജനങ്ങൾ കാളക്കുട്ടിയെ ആരാധിച്ചു. ആ സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്, യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞെന്താ, വാളെടുത്ത് അപ്പനെന്നോ അമ്മയെന്നോ മക്കളെന്നോ നോക്കാതെ കനിവ് കൂടാതെ വെട്ടാൻ പറഞ്ഞു. അവർ വെട്ടി. അവരാണ് ലേവ്യ ഗോത്രത്തിലുള്ളവർ. ദൈവത്തിൻ്റെ ശുശ്രൂഷ അവർക്കാണ് ലഭിച്ചത്. സഹോദരന്മാരെ, ഇന്നും പാപത്തിനെതിരെ നമ്മുടെ ഹൃദയത്തിലും നമ്മൾ യാതൊരു ദാക്ഷിണ്യവും കാണിക്കുന്നവരായി തീരരുത്. അതാണ് എബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നമ്മൾ മരിക്കേണ്ട വന്നാലും, നമ്മുടെ ജീവന് അപാകത വന്നാലും, നമ്മുടെ സ്ഥാനപ്പേര് പോയാലും, നമുക്ക് അപമാനമേക്കേണ്ട വന്നാലും, നമ്മളെ എല്ലാവരും വെടക്കെന്നെണ്ണിയാലും, സഹോദരന്മാരെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഒരു ഉറച്ച തീരുമാനത്തിൽ നമ്മൾ നിൽക്കുന്നവരായിരിക്കണം. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്, മനുഷ്യൻ്റെ മാനമല്ല. ഇന്ന് മനുഷ്യർക്കൊക്കെ ഉള്ള കുഴപ്പം അനേകർക്കുള്ള വിഷയം മാനമാണ് നോക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അനേകരും രക്ഷയിലേക്ക് വരുന്നില്ല. എന്താ, കുടുംബത്തിലെ മക്കളുടെ അവസ്ഥ എന്താകും, അല്ലെ എൻ്റെ ബന്ധുമിത്രാദികൾ ആരാണ്, ഉന്നതന്മാരാണ്. പക്ഷേ ഈ സത്യങ്ങളോടൊക്കെ മനുഷ്യൻ്റെ മാനം അന്വേഷിച്ചിട്ട് ഈ സത്യങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയാതിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, അവിടുന്ന് ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അപമാനമേക്കാനും കഷ്ടം സഹിക്കാനും എല്ലാം നമുക്ക് ധൈര്യവും സന്തോഷവും നമുക്കുണ്ടാവും. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഇരമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നോക്കാം. ഇരമ്യാവ് 25-ന്റെ 29-ാമത്തെ വാക്യം. ഇരമ്യാ പ്രവചനം
ആ ആണ്ടോ, എൻ്റെ നാം വിളിക്കപ്പെട്ട നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്താതിരിക്കുമോ? നിങ്ങൾ ശിക്ഷ കൂടാതെ പോകുമോ? കണ്ടോ, ദൈവത്തിൻ്റെ നാമത്തിനായിട്ടാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് അപ്പുറമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ സഹോദരന്മാരെ, ദൈവം നമ്മളെ ശിക്ഷിക്കാതെ വിടത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ള ദൈവം തന്നെയാണ്. പക്ഷേ പാപത്തോടവൻ ഒരു ദാക്ഷിണ്യവും കാണിക്കത്തില്ല. ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. നമ്മളതുപോലെ തന്നെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 12:47 വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12:47. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. കണ്ടോ, യജമാൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടം ചെയ്യാതെ ഇരിക്കുന്നവൻ എന്തുണ്ടാവും പറഞ്ഞിരിക്കുന്നത്? അടി കൊള്ളും. സഹോദരന്മാരെ, നമ്മൾ ദൈവത്തിൻ്റെ സത്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തി തരുമ്പോൾ അത് നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളിൽ നമ്മളെ ചീർക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനല്ല, അത് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു സ്വഭാവത്തോട് നമ്മൾ അനുരൂപരായി തീരുവാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചന പഠനം നമ്മൾ മറ്റുള്ളവരോട് തർക്കിക്കാനോ വാദിക്കാനോ അല്ല. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പല മേഖലകളിലും കണ്ടിട്ടുണ്ട്, അത് ത്രിത്വം, ബൈബിൾ ത്രിത്വത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ അതിനുവേണ്ടി അടിവരി ഉണ്ടാക്കാൻ ഇന്ന് തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം പറയാം, ആത്മീകനാണ് സകലവും. ആത്മീകമായ ഒരു വ്യക്തിക്ക് മാത്രമേ സകലവും വിവേചിക്കാൻ കഴിയുള്ളൂ. ആത്മീകനല്ലാത്ത ഒരു വ്യക്തിക്കും അത് വിവേചിക്കാനായിട്ട് കഴിയത്തില്ല. പിന്നെ ഞാനിത് തർക്കിച്ച് വാദിച്ച് ഒരാളെ തെളിയിപ്പിക്കുവാനായിട്ട് എനിക്ക് കഴിയത്തില്ല. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ, അതായത് ലുദിയായോട് മാനസാന്തരത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. പക്ഷേ പൗലോസ് പറഞ്ഞതേ ഉള്ളൂ, ദൈവമാണ് ഹൃദയം തുറന്നത്. ദൈവം ഹൃദയം തുറക്കാതെ ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയുവാനോ ദൈവസന്നിധിയിൽ കടന്നു വരാനായിട്ടോ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പിതാവ് ആകർഷിക്കാതെ പുത്രനെ കാണാൻ ആർക്കും കഴിയത്തില്ല. പിന്നെ ഞാൻ എന്തിനാണ് തലപുകഞ്ഞ് ചിന്തിച്ച് ഇതിനെ തർക്കിച്ച് വാദിച്ച് ആത്മീയമായിട്ട് ഞാൻ തന്നെ അവിടുന്ന് ചിഹ്നം ഭിന്നമായി പോകേണ്ട ആവശ്യമുള്ളത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സത്യമാണ്. ദൈവം നമുക്ക് തന്ന ഈ വെളിച്ചത്തിൽ നമ്മൾ വിശ്വസ്തരായിത്തീരേണ്ടത് ആവശ്യമാണ്. അധികം ഏറ്റുവാങ്ങിയവനോട് അവൻ അധികം ചോദിക്കും. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം നമ്മളതിൻ്റെ 7:13 വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞാനത് പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലാണ് നമ്മുടെ ജീവിതം, വചനമാണ് നമ്മുടെ ആധാരം. വചനത്തിലൂടെ വേണം നമ്മൾ കടന്നു പോകാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ പരീക്ഷാ സമയത്ത് നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു സാത്താനെ ജയിച്ചത് എങ്ങനെയായിരുന്നു? ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് സാത്താനെ ജയിക്കാനായിട്ട് കഴിയത്തില്ല. വെളിപ്പാട് പുസ്തകം നമ്മൾ വാക്യം പറഞ്ഞ 7:3 വാക്യം. വെളിപ്പാട് 7:3. നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ദൈവം തൻ്റെ ജനത്തെ എപ്പോഴും വേർതിരിച്ച് സംരക്ഷിച്ച് മാറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയവും നമ്മൾ അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ ആവർത്തന പുസ്തകം അതിൻ്റെ 2:34 വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. ആവർത്തനം 2:34, 2-ാം അധ്യായം 34 വാക്യം. അതിൻ്റെ 34 ഇങ്ങനെയാണ് വായിക്കുന്നത്: ആ കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളെയും പിടിച്ച് പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കൊന്നുകളയുകയും ഉന്മൂലനാശം ചെയ്യുകയും ചെയ്തു. ഓരോരുത്തരും ശേഷിപ്പിച്ചില്ല. അവിടെ എഴുതിയിരിക്കുന്നു. ഈ ആവർത്തന പുസ്തകത്തിൽ പോലും നമുക്കറിയാം, ഇസ്രായേലിനെ വിളിച്ച് വേർതിരിച്ച സമയത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരോട് പറഞ്ഞത്, നിങ്ങൾ ജാതികളോടുകൂടെ, അതായത് ജാതികളുമായിട്ട് യാതൊരു ബന്ധവും സംസർഗവും നിങ്ങൾ കൂടരുത്. അവരുടെ മക്കളെ നിങ്ങളുടെ മക്കൾക്ക് വിവാഹം കഴിക്കാൻ കൊടുക്കരുത്. അവരിൽ നിന്ന് നിങ്ങൾ വിവാഹത്തിന് സ്വീകരിക്കരുത്. ഇതെല്ലാം പറഞ്ഞു നമുക്ക് കേൾക്കാൻ കഴിയും. അവർ മുന്നോട്ട് പോയ സമയത്ത് അവരിൽ സംഭവിച്ചൊരു കാര്യം, അവരിലുണ്ടായിരുന്ന സമ്മിശ്ര ജാതി പിറുപിറുക്കാൻ തുടങ്ങി, പരാതിപ്പെടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ സമ്മിശ്ര ജാതി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നുമല്ലേ, ഭാര്യ ജാതിക സ്ത്രീയായിരിക്കാം, അല്ലെ ഭർത്താവ് ഒരു യാതികനായിരിക്കാം. ഇവരിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ
മുഖാന്തരം അവിടെ അതാണ് സമ്മിശ്ര ജാതി എന്നവിടെ പറയാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതായത് അവിശ്വാസികളുമായിട്ട് വിശ്വാസികൾക്ക് ഇണയില്ലാപ്പണ ഇല്ല. അതായത് വെളിച്ചത്തിനും അധർമ്മത്തിനും ഒരു കൂട്ടായ്മയും ഇല്ല. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് യോജിപ്പില്ല. അപ്പം നമ്മളെന്ന് വെച്ചാൽ അവിശ്വാസികളോട് മിണ്ടരുതെന്നോ അവർ ജോലിക്ക് വിളിച്ചാൽ പോകരുതെന്നോ അവരെ ജോലിക്ക് വിളിക്കരുതെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു ആത്മീകൻ എല്ലായ്പ്പോഴും വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയുടെ കൂട്ടായ്മ, അതുപോലെ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അവന് കൂട്ടായ്മയും അവനുമായിട്ട് സംസർഗവും. അവനുമായിട്ട് രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിക്ക് ഞാനൊരു കാര്യം പറയാം, ഒരു ഷെയർ ബിസിനസ് പോലും രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയുമായിട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം അവരുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ മേഖലകളിലും നമ്മൾ ഒരു വേർപാട് പാലിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകണമെന്നല്ല, ലോകം വിട്ടുപോയി ജീവിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവരുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വേർപാടിൻ്റെ അനുഭവത്തിൽ ജീവിക്കണം. അവർ ജോലിക്ക് വിളിച്ചാൽ പോകരുതെന്നോ അവരെ നമുക്ക് ജോലിക്ക് വിളിക്കരുതെന്നോ അല്ല ആ വാക്കിൻ്റെ അർത്ഥം. അവരുടെ സ്വഭാവത്തോട് അവരുടെ രീതികളോട് നമുക്ക് ഇണങ്ങിച്ചേരാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. അപ്പം നമ്മളെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നൊരു വ്യക്തിയും ആത്മാവില്ലാത്തൊരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് നടക്കാനായിട്ട് കഴിയുമോ? ദൈവത്തിൻ്റെ വചനം പറഞ്ഞ രണ്ടുപേരും ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുവാനായിട്ട് കഴിയത്തില്ല. വീണ്ടും ജനിക്കപ്പെട്ട രണ്ട് വ്യക്തികൾക്ക് മാത്രമേ ഒന്നിച്ച് നടക്കാനായിട്ട് അവിടെ കഴിയത്തുള്ളൂ. സഹോദരന്മാരെ, ആ നിലകളിലൊക്കെ നമ്മൾ വേർപെടേണ്ട ആവശ്യമുണ്ട്. ഇസ്രായേലിന് സംഭവിച്ച കാര്യം അവരോട് പറഞ്ഞതെല്ലാം അവർ നേരെ വിപരീതമായിട്ട് ചെയ്തു. എന്നാൽ അന്നുണ്ടായിരുന്ന ആ പ്രവാചകൻ അവിടുന്ന് പ്രവചിച്ച് പറഞ്ഞ ഒരു കാര്യം സഹോദരന്മാരെ മനസ്സിലാക്കണം. ഇന്ന് സഭകളിൽ ഈ സത്യങ്ങൾ പാപത്തെക്കുറിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാർ വളരെ ചുരുക്കമാണ്. ഇന്നത്തെ പ്രവാചകന്മാർ പറഞ്ഞ് നിന്നെ തലയല്ല വാലാക്കാം. ഈ തല എന്താണെന്നോ വാലാണെന്നോ എന്താണെന്നോ ഇവർക്കറിയത്തില്ല. അസത്യം പ്രവചിക്കുന്ന പ്രവാചകൻ എത്രേ വാല്, അസത്യം പ്രവചിക്കുന്ന പ്രവാചകനാ വാല്. ഇവർ വന്ന് പറയും നിന്നെ തലയല്ല, ഞാൻ നിന്നെ വാലാക്കാം. എന്താ സഹോദരന്മാരെ, നമുക്ക് ഈ ഭൂമിയിലെ കാറോ വീടോ നമുക്ക് മാളിക വീടോ അല്ല നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതായത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അനേക കഷ്ടങ്ങളിലൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവരാജ്യമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ അനേക കഷ്ടങ്ങളുണ്ടാകാം. ഞാനൊരു കാര്യം പറയാം, ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകാം, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നുണ്ടാകാം, നമ്മുടെ ചുറ്റുപാടിൽ നിന്നുണ്ടാകാം. ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന് ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ അവൻ മനസ്സ് വെച്ചാൽ രക്ഷിക്കപ്പെടാത്ത എല്ലാ മേഖലകളിൽ നിന്നും അവന് പരീക്ഷകളും ശോധനകളും ഉണ്ടാവും. ഇത് കണ്ട് മടുക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, നമ്മളെ വിജയികളാക്കി തീർക്കാനായിട്ടാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ അവിടുന്ന് ആവശ്യമായ എല്ലാ ആത്മീയമായ റിസോഴ്സുകളും നമുക്ക് തന്നിട്ടാണ് നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നെറ്റി ചുളുക്കേണ്ട ആവശ്യമില്ല. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായി തീരുവാനായിട്ടാണ് തന്നെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ കർത്താവിൻ്റെ രൂപം നമ്മൾ കണ്ടിട്ടില്ല, അവൻ്റെ മുഖം നമ്മൾ കണ്ടിട്ടില്ല, അവൻ്റെ തേജസ് നമ്മൾ കണ്ടിട്ടില്ല, അവൻ്റെ പ്രഭയോട് കൂടിയ അവൻ്റെ മഹത്വത്തോടു കൂടി നമ്മൾക്ക് ഇന്ന് വരെ അവനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവനെ കാണുന്നൊരു ദിവസം നമുക്കുണ്ട്. അന്ന് നാം അവനെപ്പോലെ ആയിത്തീരണമെങ്കിൽ, അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. അശുദ്ധമായ ഒന്നിലേക്ക് നമ്മൾ കടന്നു പോകരുത്. നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ ഇടപാടുകൾ കൊണ്ടോ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ കൊണ്ടോ നമ്മൾ ആരും കാണുന്നില്ല എന്നുള്ള ചിന്താഗതി ഇന്ന് ആത്മീയ ലോകത്തെ കാർന്ന് നശിപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ സഹോദരന്മാരെ, നമ്മളെവിടെയായിരുന്നാലും നമ്മളെ കാണുന്നൊരു കണ്ണുണ്ട്. ആകാശവും ഭൂമിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ദൈവം. അവൻ്റെ കണ്ണ് മറച്ച് എനിക്കോ നിങ്ങൾക്കോ ആർക്കും ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയത്തില്ലെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിലായിരിക്കണം. നമ്മുടെ ഭാര്യയുടെ മുമ്പിലല്ല, നമ്മുടെ സഭയിലെ എൽഡറുടെ മുമ്പിലല്ല. നമ്മൾ അനുഗമിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. തൻ്റെ ആത്മാവിനെ അനുസരിച്ച് അനുദിന ജീവിതത്തിൽ നമ്മൾ നടക്കണം. അങ്ങനെ നടക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, നമുക്ക് തന്നെ
തൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരാൻ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന പുതിയ യെരൂശലേമിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ളതെല്ലാം കുഞ്ഞാട് തന്നെയാണ്. അവിടെ സൂര്യൻ്റെ വെളിച്ചമില്ല, നക്ഷത്രങ്ങളുടെ വെളിച്ചമില്ല, ചന്ദ്രൻ്റെ വെളിച്ചമില്ല. അവിടെ കുഞ്ഞാട് തന്നെയാണ് എൻ്റെ വിളക്ക്. അങ്ങനെയെങ്കിൽ കുഞ്ഞാടിനെ പോലെ ആയിത്തീരുന്നവർക്ക് മാത്രമേ ആ പുതിയ യെരൂശലേമിലേക്ക് കാലുകുത്താനായിട്ട് കഴിയത്തുള്ളൂ. നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നിരിക്കുന്നു, തൻ്റെ കാന്തയും തന്നെത്താൻ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് നമുക്കറിയാം അനേക കാന്തമാരെ ബ്യൂട്ടി പാർലസിൽ കൊണ്ടുപോയിട്ട് ഒരുക്കുക, അല്ലേ, ഒരുക്കുക അവരെ ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിന് കുഞ്ഞാടിൻ്റെ കാന്തയും തന്നെത്താൻ തന്നെ ഒരുക്കുന്നു. നമ്മളെ തന്നെ നമ്മൾ ഒരുക്കണം സഹോദരന്മാരെ. നമ്മുടെ ഒരുക്കം എന്തിനാ? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുങ്ങാറുണ്ട്, അത് താൽക്കാലിക ഒരുക്കമാണ്. ആ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മുഷിഞ്ഞാ വരുന്നത്. ഇത് നിത്യതയിൽ നവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പം ആ ഒരുക്കം നിത്യകാലം വരെയുള്ള ഒരുക്കമാണ്. പിന്നെ നമുക്കവിടെ വേറെ ഒരുക്കത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നിത്യ ജീവൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പീരീഡാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയം. നമ്മുടെ 7-10 ഏറെയായാൽ 80 സംവത്സരം എന്ന് പറയുമ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ജീവിതത്തിൻ്റെ ഒരുക്ക ദിനങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ തന്നെ നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയവും മനസ്സും സഹോദരന്മാരെ അതിൻ്റെ അകത്ത് പോകരുത്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ മനസ്സും ഹൃദയവും നമുക്ക് ജോലി ചെയ്യാം. ഞാൻ ഒരു കാര്യം ഇവിടെ എന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ മിസ്രൈം വിട്ടുപോയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ പരീക്ഷയുടെ സമയത്ത് പറഞ്ഞത്, അവിടെ ചീരുളി ഉണ്ടായിരുന്നു, ചിറ്റുളി ഉണ്ടായിരുന്നു, ഇറച്ചി ഉണ്ടായിരുന്നു. നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊല്ലാനാണ് കൊണ്ടുവന്നത്, ഞങ്ങളെ അങ്ങോട്ട് തന്നെ വിട്ടേരെ. അവർ ശരീരത്തിലൂടെ ഹനാനിലാണെങ്കിലും അവരുടെ ഹൃദയം മിസ്രൈമിലായിരുന്നു. നമ്മളും വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള സത്യമാണെങ്കിലും നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വേദത്തിൽ വായിക്കുന്ന അവരെന്നെ ആദരം കൊണ്ട് ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നെ വിട്ട് വളരെ വിദൂരത്തിലായിരിക്കുന്നു. നമ്മൾ ആദരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നവരായിത്തീരരുത്. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കർത്താവിനെ കർത്താവായി രാജാവായി നമ്മുടെ ഹൃദയത്തിൽ വാഴിച്ച് അവൻ്റെ കർത്തൃത്വത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമായൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് നിരന്തരം ഇടയായിത്തീരുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 17-18 വാക്യം, 4 അധ്യായത്തിൻ്റെ 17-18 വാക്യം ഒന്ന് വായിച്ചേ. 1 പത്രോസിൻ്റെ ലേഖനം 2-ാന്ന് തോന്നുന്നു, 2-ാം അധ്യായം 17. എല്ലാവരെയും ബഹുമാനിപ്പിൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ. നമ്മളോട് പറഞ്ഞ എത്ര കാര്യങ്ങളുണ്ട്? സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, പിന്നെ ദൈവത്തെ ഭയപ്പെടുക, പിന്നെ രാജാവിനെ ബഹുമാനിക്കുക. നമ്മൾ ഈ ഭൂമിയിലായിരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മളിത് ചെയ്തേ പറ്റൂ. നമ്മൾ ചെയ്തില്ലേ പിന്നെ ആരാ ചെയ്യുന്നത്? ഞങ്ങൾ പലപ്പോഴും ബൈക്കിന് യാത്ര ചെയ്യുമ്പം സൗകര്യം എന്നോട് പറയും, തലമുടി പോകും, അതുകൊണ്ട് ഹെൽമറ്റ് വെക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പം ഞാൻ പറയേ, നിയമം എനിക്കും നിനക്കും ഒരുപോലെ, മുടി പോകുന്നതല്ല വിഷയം. നമ്മൾ നിയമം പാലിച്ചില്ലെങ്കിൽ പിന്നെ ആരാ നിയമം പാലിക്കുന്നത്? ഇപ്പോൾ ഒരു പോലീസുകാരൻ ചോദിക്കുക എന്നെ വിളിച്ചിട്ട്, ഞാൻ ഹെൽമറ്റ് വെച്ചിരുന്നു പറഞ്ഞ്, ഞാൻ പറയാം, ചിലർ പറയാറുണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനിയാണെന്നുണ്ട്, ചിലർ പറഞ്ഞ് രക്ഷപ്പെട്ട പാഷന്മാർ പറയാം ഞങ്ങൾ പാഷന്മാരെന്നൊക്കെ പറയാം. ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് എന്നെ അർത്ഥമുള്ളത്? പാഷക്ക് നിയമം ബാധകമല്ലേ? IG പോലും നിയമം ബാധകമാണ്, സർക്കിളിന് പോലും കളക്ടർക്ക് പോലും നിയമം ബാധകമാണ്. പിന്നെ എനിക്കെന്തിനാ ബാധകമല്ല വരുന്നത്? അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ, ഞാൻ എപ്പോഴും വീട്ടിൽ പറയാം, നമ്മൾ ചെയ്തില്ല പിന്നെ ആരാ ഇത് ചെയ്യുന്നത്? നമ്മൾ പിന്നെ ആരെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ നിൽക്കുന്നത്? ഞാനാ ഇത് ചെയ്ത് കാണിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നമ്മൾ പറയും ഒരു 500 രൂപയുടെ വിഷയം. 500 രൂപയുടെ വിഷയമല്ല സഹോദരന്മാരെ, ആ ദൈവസേനയുള്ള നമ്മുടെ അവിശ്വസ്തതയാണെന്നുള്ള കാര്യത്തിന് യാതൊരു മാറ്റവും ഇല്ല. ചിലപ്പോൾ 500 10,000 നമുക്ക് കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരാം. പക്ഷേ 500 10,000 അല്ല എൻ്റെ വിഷയം. നമ്മൾ നിയമത്തെ പാലിക്കുന്നവരായിരിക്കണം, നിയമത്തിന് അധികാരികൾക്ക് നമ്മൾ കീഴടങ്ങുന്നവരായിരിക്കണം. അത് ദൈവത്തിൻ്റെ വചനത്തിൽ അത് ചെയ്യേണ്ടത്
വീണ്ടും ജനിക്കപ്പെട്ട ദൈവജനമായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ളതാണ്, നമ്മൾ മറന്നു പോകരുത്. അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് നമ്മളറിയാതെ ചോർന്നു പോകും. ഇസ്രയേലിന് സംഭവിച്ചൊരു കാര്യം ഇതാ, ഇതേ ഉമ്മരപ്പടി വരെ എത്തി. എന്നെ അത് നമ്മൾ തുടർന്ന് വായിക്കാൻ കഴിയും. ഉമ്മരപ്പടിയും വിട്ട് ആ തേജസ് അവിടുന്ന് നീങ്ങിപ്പോകാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മളെ വിളിച്ചത് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട്. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ദൈവസന്നിധിയിലെ വിശ്വാസത്തോടെ നമ്മൾ പാലിക്കുന്ന വഴി മാത്രമേ നമ്മൾ ആ തേജസ്സിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ അതുപോലെ തന്നെ എസ്കേൽ പ്രവചനം അതിൻ്റെ 8-ാം അധ്യായം 5-ാം അധ്യായവും അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എസ്കേലിൻ്റെ തന്നെ പ്രവചന പുസ്തകവും അതിൻ്റെ 5-ഉം 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യവും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ യെരൂശലേമേ ആകുന്നു, ഞാൻ അതിനെ ജാതികളുടെ മധ്യേ വെച്ചിരിക്കുന്നു. അതിനെ ചുറ്റും രാജ്യങ്ങളും ഉണ്ട്. അത് ദുഷ്പ്രവൃത്തിയാൽ ജാതികൾക്ക് എൻ്റെ ന്യായങ്ങളുടെ ചുറ്റുമുള്ള ന്യായങ്ങളുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾക്കും എൻ്റെ ചട്ടങ്ങളെ അവർ മത്സരിച്ചിരിക്കുന്നു. എൻ്റെ ന്യായങ്ങൾ അവർ തള്ളിക്കളഞ്ഞു, എൻ്റെ ചട്ടങ്ങൾ അവർ അനുസരിച്ച് നടന്നതുമില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്തു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം മത്സരിച്ച് ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെയും എൻ്റെ ന്യായങ്ങൾ പ്രമാണിക്കാതെയും ഇരുന്നു. കണ്ടോ, ജാതികളെക്കാൾ അധികമായിട്ട് ഇവരെന്ത് ചെയ്ത് മത്സരിച്ച് ദൈവത്തോട് മത്സരിച്ചിട്ട് എന്ത് ചെയ്ത് ദൈവത്തിൻ്റെ ന്യായങ്ങളും ചട്ടങ്ങളും ഒന്നും അനുസരിച്ചില്ല. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, നമ്മൾ ഈ ചട്ടങ്ങളിൽ നിന്നും ന്യായങ്ങളിൽ നിന്നും കൽപ്പനയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, സഹോദരന്മാരെ, ഇതൊന്നും മാറ്റിവെക്കാൻ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് പ്രമാണമില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാനല്ല വന്നത്, അത് നിവർത്തിക്കാൻ. ന്യായപ്രമാണവും ഇതെല്ലാ കാര്യവും കർത്താവ് നിവർത്തിച്ചെങ്കിൽ അത് നമുക്കും അനിവാര്യമായ കാര്യമാണ്. നമുക്കതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കഴിയില്ല. അവിടെ ഇസ്രായേലിൽ പറഞ്ഞ ഈ ചട്ടങ്ങൾ എന്നേക്കും നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ളതായിരിക്കണം എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്കാലത്തും കർത്താവിന് വേണ്ടി അശുദ്ധിയും ദുർമാർഗവും കണ്ട് മനം ക്ഷീണിച്ച് വേദനപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്. അതേ സഹോദരന്മാരെ, നമ്മളുടെ ചുറ്റുപാടും അങ്ങനത്തെ അനുഭവമുണ്ട്. പക്ഷേ നമ്മളോട് ദൈവം പറഞ്ഞത് എന്താണ്? അവർക്ക് വേണ്ടി ഇടിനിൽക്കുക, കരയുക, നിലവിളിക്കുക. അതിനാണ് നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഏത് കാലത്തും ഗിദെയോൻ്റെ കാലത്ത് നമുക്കറിയാം ഒരു കുറഞ്ഞ ശേഷിപ്പ് കർത്താവിന് വേണ്ടി ഉണ്ടായിരുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഉടനീളം നോക്കുമ്പോൾ കർത്താവിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ കൂട്ടമൊന്നുമില്ല സഹോദരന്മാരെ. അവസാനം നമുക്കറിയാം, കർത്താവിൻ്റെ അപ്പം തിന്നാൻ സൗഖ്യം പ്രാപിക്കാൻ 5000-ഉം 10,000-ഉം ഉണ്ടായിരുന്നു, അല്ലേ? അവസാനം എല്ലാവരും പോയി കഴിഞ്ഞപ്പം പത്രോസിനോടും ശേഷം അപ്പോസ്തലൻ സഹോദരന്മാരോട് ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചൊരു കാര്യം, നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സില്ലേ? കർത്താവ് എന്താ പറഞ്ഞതെന്നാൽ, നിങ്ങളിങ്ങോട്ട് പോരാന്ന് പറഞ്ഞോ, നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സിലായി. അപ്പം പത്രോസ് പറഞ്ഞൊരു കാര്യം എന്താ? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്. ഇത് ജഡരത്നങ്ങളല്ല നിനക്ക് ബോധ്യപ്പെടുത്തിയത് എൻ്റെ പിതാവത്രേ. ഈ നിത്യജീവൻ്റെ മൊഴികളെക്കുറിച്ച് ദൈവത്തിൻ്റെ പിതാവ് നമുക്ക് ബോധ്യം തരുന്നില്ലാത്തടത്തോളം കാലം നമുക്കതിലേക്ക് കടക്കാൻ കഴിയത്തില്ല. പത്രോസിന് ഈ ബോധ്യം കൊടുത്തത് ഇവിടെ പറഞ്ഞ്, ബ്രഹ്മനായ ശിമോനെ, ഇത് നിനക്ക് ബോധ്യപ്പെടുത്തിയത് മാംസരക്തങ്ങളല്ല, എൻ്റെ പിതാവത്രേ. അപ്പോൾ പിതാവിൽ നിന്നുള്ള ദർശനം തനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഈ ഇന്ന് ക്രിസ്തീയ കോളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഭൗതികവും ലൗകികവും ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ അനുഗമിക്കുന്നതും അന്വേഷിക്കുന്നതുമായ ഒരു വലിയ കൂട്ടത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. രോഗം വരുമ്പോൾ ആ രോഗം മാറാൻ 10 ദിവസം ഉപവാസം, കടബാധ്യത വരുമ്പോൾ അത് മാറാൻ ഉപവാസം, മക്കൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ഉപവാസം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് നേരെ എതിരായ കാര്യമാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കരുത്. നമ്മളെ ഈ ഭൂമി ദൈവം വിളിച്ചിരിക്കുന്നത് സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്, നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ തൻ്റെ മഹത്വത്തിന് ധനവത്തിന് ഒത്തവണ്ണം അവൻ തീർത്തു തരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ
അവിടുന്ന് സമ്പന്നരാക്കുമെന്നോ കോടീശ്വരനാക്കുമെന്നോ പറഞ്ഞിരിക്കില്ല. നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഈ ഭൂമി ജീവിക്കാനുള്ളത്, അതെല്ലാം നമ്മുടെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, ബാബുസ്വരൻ ഒരു ക്ലാസ്സിലുള്ള സമയത്ത് ഇങ്ങനെ പറഞ്ഞു, അതായത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ അടുക്കൽ ഒരു പിച്ചക്കാരൻ വരിക, അല്ലെ എൻ്റെ അടുക്കൽ വരിക. നിങ്ങൾ ചിന്തിച്ചു, ആ മനുഷ്യൻ വരുമ്പം ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നത് എൻ്റെ നിലയനുസരിച്ചല്ലേ ഞാൻ കൊടുക്കുള്ളൂ. കൂടി വന്നാൽ 5 രൂപ, അല്ലെ 2 രൂപ, 10 രൂപ. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അടുക്കൽ ഒരു പിച്ചക്കാരൻ ചെന്നാൽ ഞാൻ ചോദിക്കട്ടെ, 1 രൂപയും 5 രൂപയും കൊടുക്കാനാണോ അയാൾ ചിന്തിക്കുന്നത്? അയാളുടെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം വേണം കൊടുക്കാനായിട്ട്. സോയിസുമാരെ, നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണോ നമ്മുടെ ബുദ്ധിമുട്ട് അവൻ തീർക്കുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം അവൻ പൂർണ്ണമായിട്ടും തീർത്ത് തരുന്ന ദൈവമാണ്. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് ചോദിക്കാം. നമ്മൾ പറഞ്ഞ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക. അപ്പോൾ പറഞ്ഞെന്താ, ഇഷ്ടം പോലെ ചോദിക്കുന്ന കാര്യങ്ങൾ തരുമെന്നാണ് പറയുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കുന്നൊരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടുകൂടി നമുക്കെല്ലാം നൽകി തരും. നമ്മുടെ ബുദ്ധിമുട്ട് എന്താ, അതെല്ലാം നമുക്ക് ദൈവം തരും. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം നമ്മൾ മറന്നു പോയത് സുഹൃത്തുമാരെ, ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയുള്ള ജീവിതം നമ്മൾ ആഗ്രഹിക്കരുത്. ദൈവത്തിൻ്റെ തേജസ് നമ്മൾ 2 പത്രോസ്, നമ്മൾ 2 കോരിന്ത്യർ ലേഖനം അതിൻ്റെ 6-14-15 വാക്യങ്ങളൊന്ന് വായിക്കാം. 1 കോരിന്ത്യർ ലേഖനം 6-14-15 വാക്യം. 1 കോരിന്ത്യർ ലേഖനം 6-14-15 വാക്യങ്ങൾ. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും 1 കോരിന്ത്യർ അതിൻ്റെ 6-14-15 ദൈവം നമ്മെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏകശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നമ്മുടെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നും അത് വേശ്യയുടെ അവയവമാക്കി തീർക്കരുതെന്നും ദുർമാർഗത്തിനായിട്ട് നമ്മളെ അവയവങ്ങളെ നമ്മൾ ഉപയോഗിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. നമ്മളെ വിളിച്ചത്, നമ്മളെ ഉയർപ്പിച്ചത് ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാലാണ് നമ്മൾ ഉയർപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ അഭയങ്ങൾ ആകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ലയോ? അവിടെ പറഞ്ഞിരിക്കുന്ന അറിയുന്നില്ലയോ? നമ്മൾ കോരിന്ത്യർ ലേഖനത്തിലും അല്ലെങ്കിൽ നമ്മൾ റോമാലേഖനത്തിലും ഒക്കെ നമ്മൾ അറിയുന്നില്ലയോ എന്നൊരു കാര്യം ചോദിക്കുന്നത്. ഈ അറിവെന്ന് പറഞ്ഞാൽ എന്തൊരു അറിവാണ്? ആത്മാവിലുള്ളൊരു അറിവാണ്. അങ്ങനെ അറിയുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ണ് ഒരിക്കലും മോശമായ ഒരു വഴിയിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ടോ, അവൻ്റെ നാവ് മോശമായ സംസാരത്തിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ടോ, അവൻ്റെ ഹൃദയം മോശമായൊരു ചിന്തകളിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ടോ, അവൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ പോലും എല്ലാം വെടിപ്പുള്ളവരായിത്തീരണം. ദൈവം നമുക്ക് തന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പം നമ്മുടെ കൈ വെടിപ്പുള്ളതായിരിക്കണം. കൈ നമുക്ക് നൂർത്ത് നിൽക്കുവാനായിട്ട് ഇടവരണം. സഹോദരന്മാരെ, നമ്മൾക്ക് ദൈവം വെളിച്ചം തന്ന മേഖലകളിൽ നമ്മൾ വിശ്വസ്തരായി തീരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സ്വഭാവം അനുദിന ജീവിതത്തിൽ നമ്മുടെ ആത്മാവിൽ നമുക്ക് അത് അനുഭവിക്കുവാനായിട്ട് കഴിയും, നമുക്കത് പ്രാപിക്കുവാനായിട്ട് കഴിയും. നമ്മൾ വളരുന്നത് നമ്മുടെ ആത്മാവിൽ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിലൂടെ വന്ന് ഞാൻ വളർച്ച വരെ എനിക്ക് കാണിച്ചു തരാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. അതിനുവേണ്ടി നമ്മളെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായ ആവശ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ. നമ്മളതുപോലെ തന്നെ 2 പത്രോസ് 2:6 വാക്യം ഒന്ന് വായിക്കുക. 2 പത്രോസ് 2:6. 2 പത്രോസ് 2:6. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലയിച്ചു പോകുകയില്ല എന്ന തിരുവെഴുത്തുകൾ കാണുന്നുവല്ലോ. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കല്ലിനോട് ചേർന്നാണ് മറ്റുള്ള കല്ലുകളെല്ലാം പണിയപ്പെടേണ്ടത്. നമ്മൾ ആ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നു, നമ്മൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ അവൻ്റെ അടുക്കൽ വന്ന് ജീവനുള്ളൊരു ആത്മീയ ഗ്രഹമായി ആത്മാവിൽ ഒരുമിച്ച് പണിയപ്പെടുന്നു. നമ്മൾക്കൊന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ വരുമ്പം സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ അങ്ങനെ ആത്മാവിൽ ഒരുമിച്ച് പണിയുന്ന ഒരു സഹോദരൻ്റെ, ഒരു സഹോദരിയുടെ ഭാരം എൻ്റെ ഭാരമായിരിക്കും. അങ്ങനെ ഒരുമിച്ച് പണിയുന്നുണ്ട്. അങ്ങനെ ഒരു ഭാരം വരുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് വരെ ആത്മാവിൽ ഒരുമിച്ച്
പണിയുന്നില്ലെന്നുള്ളതാണ് സത്യം. ആത്മാവിൽ ഒരുമിച്ച് പണിയുന്നുണ്ടെങ്കിൽ, അതായത് എൻ്റെ സഹോദരൻ്റെ ബുദ്ധിമുട്ട്, അവൻ്റെ മാനസിക ക്ലേശങ്ങൾ എൻ്റെ ക്ലേശങ്ങളാണ്, അവൻ്റെ പ്രയാസങ്ങൾ എൻ്റെ പ്രയാസങ്ങളാണ്, അതെൻ്റെ ഹൃദയത്തിൽ അത് എൻ്റെ വിഷയം പോലെ ഞാൻ ഒപ്പിയെടുക്കണമെങ്കിൽ ആത്മാവിലുള്ള ഒരു പണി നമ്മളിൽ നടക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ വചന പഠനങ്ങളും നമ്മുടെ ചിന്തകളും എല്ലാം നമ്മളെ ആത്മാവിൽ ഒരുമിച്ച് പണിയപ്പെടാനായിട്ടാണ് നമ്മളിവിടെ കണ്ടു. അതായത് നമ്മൾ വായിക്കും, നമ്മുടെ ശരീരം കൊണ്ട് നമ്മളെ ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പിന്നെ നമ്മുടെ വായിക്കുന്നു, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. അന്ന് യെരുശലേം ദേവാലയം അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തായ ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്നെങ്കിൽ, ഇന്ന് വീണ്ടും ജനിക്കപ്പെട്ടവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മന്ദിരത്തെ ദൈവം എന്ത് ചെയ്യുന്നു? ആക്ഷരിക മന്ദിരത്തെ നശിപ്പിച്ചതുപോലെ ആത്മീയമായ എൻ്റെ ഈ മന്ദിരവും നശിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ ഈ മന്ദിരം കൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി ഇതിനെ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ, എന്നിൽ നിരന്തരമായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ അശുദ്ധമായതൊന്നും പാടില്ല. അതിനെല്ലാം ഞാൻ വിട്ടു ഓടണം. അവിടെ അങ്ങനെ നമ്മൾ വായിച്ചത്, നമ്മൾ തിമോഥെയോസിൻ്റെ 2:19 വായിച്ചത്, എൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാ അനീതിയും വിട്ട് അകന്നു കൊള്ളട്ടെ എന്നാകുന്നു അതിൻ്റെ മുദ്ര. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നും ഈ മന്ദിരത്തെ നമ്മൾ നശിപ്പിക്കാനായിട്ട് ഇടയായിത്തീരരുത്. സഹോദരന്മാരെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളുടെ കൂടാരമാകുന്ന ഈ ശരീരം വിട്ടുപോകുന്ന ദിവസമുണ്ട്. നമ്മളുടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൂടാരമാണ് നമ്മുടെ ഈ ശരീരം. അപ്പോൾ ഈ ശരീരത്തെ നമ്മൾ വിലമതിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതിനെ നമ്മൾ മാന്യതയോടെ സൂക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ വിലപ്പെടുകയും നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കപ്പെടും. പുറമേയുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? പുറമേ നമ്മളിലുള്ള കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദുർഭാഷണം, ഇതാണ് പുറമേയുള്ള കാര്യം. ഇതിനെന്ത് ചെയ്യണം? ഒരു ക്ഷയം സംഭവിക്കണം. ഇതിൻ്റെ ശക്തി ഇല്ലാതായിത്തീരണം. ഇതിന് ശക്തി ഇല്ലാതായിത്തീരുമ്പോൾ മാത്രമേ സഹോദരന്മാരെ ആത്മാവ് അതിൻ്റെ പൂർണ്ണ ബലത്തോടു കൂടി നമുക്കിങ്ങനെ, നമ്മൾ എഫേസ്യരിൽ ഇങ്ങനെ വായിക്കും, നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അപ്പോൾ അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ്റെ ബലം വളരെ ശക്തമായതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ പ്രവർത്തനം നമ്മുടെ ദേഹിയിലേക്ക് വ്യാപരിക്കുന്നില്ല. നമ്മുടെ ദേഹിയും കൂടെ പരിശുദ്ധാത്മാവിനാൽ ഉള്ളിൽ നിന്നുള്ള ആത്മാവിൻ്റെ നിയന്ത്രണത്തിലൂടെ കൊണ്ടുപോകണം. ഇന്ന് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ലായിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു. നമ്മുടെ ജഡമാകുന്ന പുറന്തോട് അവിടുന്ന് പൊട്ടാനായിട്ടോ തകരാനായിട്ടോ ഞുറുങ്ങാനായിട്ടോ അതിന് ക്ഷതമേൽക്കാനായിട്ടോ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അത് ഒരു പക്ഷേ ശാസനയിലൂടെ ആയിരിക്കാം, ഒരു പക്ഷേ നിന്നയിലൂടെ ആയിരിക്കാം, ഒരു പക്ഷേ തെറ്റിദ്ധാരണയിലൂടെ ആയിരിക്കാം. സഹോദരന്മാർ, ഇത് തകരണം. ഇത് തകർന്നാൽ മാത്രമേ യഥാർത്ഥ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ജീവൻ, ദൈവത്തിൻ്റെ വേദത്തിൽ വായിക്കുന്ന വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പ്രകാരം ജീവജലത്തിൻ്റെ നദി ഉള്ളിലുണ്ട്. സ്നേഹിക്കണമെന്ന്, ഭർത്താവിനെ കീഴടങ്ങണമെന്ന്, കള്ളം പറയരുതെന്ന്, ദോഷം ചിന്തിക്കരുതെന്ന്, മോശമായ വഴി നടക്കരുതെന്ന് ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ കഴിയുന്നില്ല. ശരിയല്ലേ? നമ്മുടെ പ്രവർത്തന ലംഘനത്തെ നമ്മൾ ചിന്തിച്ച് നോക്കിയേ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല. ആത്മാവ്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാൽ, ഞാൻ ഉള്ളം കൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ എനിക്ക് രസമുണ്ട്. സഹോദരന്മാരെ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അറിയാം, മറ്റുള്ളവരെ സ്നേഹിക്കണം, അവരോട് കരുണ കാണിക്കണം, അവരെ കരുതണം എന്നൊക്കെ അറിയാം. പക്ഷേ നമുക്ക് പലപ്പോഴും അത് വേണ്ട വിധത്തിൽ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? വേറൊന്നുമല്ല, നമ്മുടെ ഈ ദേഹി, നമ്മുടെ ജഡം തകരുന്നില്ല, ഞുറുങ്ങുന്നില്ല. ഇവനാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ വളർത്തുന്നില്ല. നമ്മൾ എത്രത്തോളം നമ്മൾ തകർക്കപ്പെടാൻ നമ്മളിവിടെ കേൾക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ പല കോതമ്പോണി കൂടി അത് പൊടിഞ്ഞാണ് ഒരു അപ്പമായി തീരുന്നത്. നമ്മൾ തകർക്കപ്പെടാൻ എത്രത്തോളം വിസമ്മതിക്കുന്നു, അത്രത്തോളം നമ്മുടെ പണി ദൈവത്തിൽ താമസിക്കുന്നു. യാക്കോബ് എത്ര കാലം യാക്കോബ് ഉവായിയാണെന്ന് പറയാൻ വിസ്മതിച്ചോ,
അത്രയും കാലം യാക്കോബ് കടുപ്പമുള്ളവനായിത്തീർന്നു. എന്ന് യാക്കോബ് കർത്താവിനോട് പറഞ്ഞോ, ഞാൻ ഒരു ഉവായിയാണ് കർത്താവേ, കർത്താവിന് അറിയത്തില്ലാഞ്ഞിട്ടായിരുന്നോ യാക്കോബ് ഉവായി ആണെന്നുള്ളത്? ഞാൻ ഉവായിയാണെ കർത്താവിന് അറിയത്തില്ലാഞ്ഞിട്ടാണോ? ഞാൻ എൻ്റെ വായി കൊണ്ട് പറയണം, ഞാനൊരു തട്ടിപ്പുകാരനാണ്, ഞാൻ വെട്ടിപ്പുകാരനാണ്, ഞാൻ എല്ലാ വിധത്തിലും കൂർമ്മ ബുദ്ധിയുള്ളവനാണ്, മറ്റുള്ളവരെ വശീകരിക്കാൻ ഞാൻ തയ്യാറുള്ളവനാണ്, എൻ്റെ വാക്ക് അത്രമാത്രമുള്ള, എന്നെ അതിൽ നിന്ന് വിടുവിക്കണം തമ്പുരാനെ, എനിക്കൊരു രൂപാന്തരം വേണം, എന്നെ ആ മേഖല നീ തകർക്കണം, എന്നെ മേഖല നീ പണിയണം എന്ന് പറഞ്ഞ് ആരേൽപ്പിച്ചു കൊടുക്കുന്നു. അവിടെ നിന്നാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം സംഭവിച്ചത്. പിന്നെ യാക്കോബിൻ്റെ ബലത്തിലല്ല നടന്നത്, ദൈവത്തിൻ്റെ വടിയൂന്നിയാണ് അവസാന നിമിഷം വരെ നടക്കാൻ ഇടയായിത്തീർന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആശ്രയത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മളെ എത്തിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇവിടെ ഇത് അവസാനിപ്പിക്കാം. നമ്മൾ യൂദായുടെ ലേഖനം അതിൻ്റെ 1:7 വാക്യം. യൂദ 1:7 വാക്യം. അതുപോലെ സോദോം ഗോമോറവും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിൽ നിത്യ അഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്ന അങ്ങനെ തന്നെ ഇന്നുവരെയും അവർ സ്വപ്നാവസ്ഥയിൽ ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വം തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്തു. എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം, സോദോമിനെ നമുക്കൊരു ദൃഷ്ടാന്തമായി വെച്ചിരിക്കുകയായിരുന്നു. അവരുടെ ദുർമാർഗ നിമിത്തം ദൈവം ആ സോദോം ഗോമോറ നശിപ്പിക്കാൻ ഇടവന്നു. ഇതെല്ലാം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നമ്മുടെ ദൃഷ്ടാന്തത്തിനും നമ്മുടെ ബുദ്ധി ഉപദേശത്തിനും നമ്മുടെ ഉത്സാഹത്തിനും വെച്ചിരിക്കുന്ന കാര്യവാസവസുമാരെ നമ്മൾ മറന്നു പോകരുത്. അവരെപ്പോലെ നമ്മൾ ദുർമോഹികളാകരുത്, അവരെപ്പോലെ നമ്മൾ പിറുപിറുപ്പുകാരാകരുത്, അവരെപ്പോലെ നമ്മൾ പരാതിപ്പെടുന്നവരായിരിക്കരുത്, അവരെപ്പോലെ നമ്മൾ അവിശ്വസിക്കുന്നവരായിരിക്കരുത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തരായി ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതം കൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടരുതെന്നുള്ള ഒരാഗ്രഹവും പ്രാർത്ഥനയും വാഞ്ചയും നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. ഈ വചനത്താൽ എന്നെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.